പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം ഏവർക്കും ആശംസിക്കുന്നു. ജോൺസൺ കരൂർ. മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസമാണല്ലോ ഇന്ന്. മാതാവ് തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. മാതാവ് കന്യകയാണ്, മാതാവാണ്. അതോടൊപ്പം തന്നെ മാതാവ് തൃത്വത്തിൻ്റെ സ്പർശനമേറ്റ സ്ത്രീയുമാണ്. അപ്പം മാതാവിനെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. കത്തോലിക്ക സഭ അല്ലെങ്കിൽ യാക്കോബ ഓർത്തഡോക്സ് സഭ മറ്റുള്ളവരൊക്കെ മാതാവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ മാതാവിനെ കന്യക എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു മരണത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വന്നതേ ഉള്ളൂ CSI സഭയിൽ. അവിടെയും വിശുദ്ധ കന്യകയായ മറിയം എന്നതിനാണ് വിശേഷിപ്പിക്കുന്നത്. അതെവിടെ ചെന്ന് കേട്ടാലും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഉപോത്ബലകമാക്കിയല്ല സംസാരിക്കുന്നത്. മാതാവ് എന്നത് സ്ത്രീ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞെന്നാണ് പറയുന്നത്. അതായത് കാനായിലെ കല്യാണ സമയത്ത്. പക്ഷെ സ്ത്രീ എന്ന് വിളിച്ചെങ്കിൽ പിതാവാം ദൈവം പഴയ നിയമത്തിൽ ഹൗവ എന്ന് പേരിട്ടെങ്കിൽ സ്ത്രീ എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്നത് ആ സ്ത്രീയും ഈ സ്ത്രീയും തമ്മിലൊരു ബന്ധമുണ്ടാക്കാനുള്ള ഒരു വാക്കാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു സ്ത്രീയെ എന്നല്ല വിളിച്ച്, അല്ലെങ്കിൽ സ്ത്രീയെ എന്ന് വിളിച്ചുവെങ്കിലും അമ്മ എന്ന ഭാഗത്തെ നിഷേധിക്കുന്നില്ല. അങ്ങനെ നിഷേധിക്കുമായിരുന്നു എങ്കിൽ ആ സ്ത്രീ എന്ന് പറയപ്പെടുന്ന ആ അമ്മയ്ക്ക് കുരിശിൻ്റെ ചവിട്ടി ചെല്ലുന്ന ഈശോയെ മടിയിൽ കിടത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ഇത് ബൈബിളിൽ നിങ്ങൾ പറയാതിരിക്കും. ഞാൻ അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അപ്പോക്രിഫിൽ ഞാൻ പോകുന്നില്ല. എങ്കിൽ കൂടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത്തിൽ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതും സ്വർഗത്തിലേക്ക് ശരീരത്തോടെ ഉടലോടെ കരയറ്റപ്പെട്ട ആളുകളിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം എന്ന് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ലോകത്തിൽ വിലമതിക്കപ്പെടുന്ന, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വിശ്വസിക്കുന്ന, ഭാരത പാരമ്പര്യത്തിൽ സ്ത്രീ എന്ന് പറയപ്പെടുന്ന ഒരു മധ്യസ്ഥം വളരെ ശക്തമാണ്. ദുർഗാദേവിയെ വിളിച്ചാലും അല്ലെങ്കിൽ ഏത് ദേവിമാരെ വിളിച്ചാലും അത് ഒരു മധ്യസ്ഥത്തിൻ്റെ ശക്തിയാണ് ഇവിടെ ഭാരത പാരമ്പര്യത്തിൽ. ഞാനിപ്പം ദുർഗാദേവിയോട് സാമ്യപ്പെടുത്തി പറഞ്ഞെന്ന് പറയുന്ന വിമർശകരൊക്കെ വന്നേക്കാം. അതല്ല ഞാൻ ചിന്തിച്ചത്. ഭാരത പാരമ്പര്യത്തിലും ലോക പാരമ്പര്യത്തിലും ലോകത്തിലെല്ലാം തന്നെ സ്ത്രീ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വിശുദ്ധ ബൈബിളിലാണ് പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. അതോടൊപ്പം തന്നെ ആലോചിക്കുക, പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ തൊട്ടപ്പെട്ട സ്ത്രീയാണ്. യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചയാളാണ്. പിതാവിൻ്റെ സ്വരം കേട്ടയാളാണ്. ഇത്രയുള്ള ഏത് ക്രിസ്ത്യാനിയുടെ നാട്ടിൽ ഇതൊരു ചോദ്യമായിട്ടിട്ടേക്കുക. പിതാവിൻ്റെ സ്വരം കേൾക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഏൽക്കുക, യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുക, എന്നിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുക. ഞാൻ തൃത്വസ്പർശനം എന്ന് ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ്. അത്രത്തോളം പവിത്രതയും അത്രത്തോളം ശുദ്ധതയുമുള്ള ഏത് പിതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഏത് വൈദികരുണ്ട്, ഏത് പാസ്റ്റർമാരുണ്ട്, ഏത് പെന്തക്കോസ്ത് വിശ്വാസിയുണ്ട്, അല്ലെ ആരുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം അത് ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നു, പെരുന്നാളായി കൊണ്ടാടപ്പെടുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക, അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്കൊക്കെ തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടും എന്നതിന് യാതൊരു സംശയമില്ല. അമ്മേ മാതാവേ, എനിക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ട്, അമ്മയെ നമ്മൾ ദൈവമായിട്ടല്ല കാണുന്നത്, മധ്യസ്ഥയായിട്ടാണ് കാണുന്നത്. ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണെന്ന് പറയപ്പെടുന്ന അടുത്ത വാക്ക് വേറെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും നന്മയാണ് എന്നത് മാത്രം ഞാനിപ്പോൾ പറയുന്നു. അതുകൊണ്ട് മാതാവിൻ്റെ നന്മകൾ ഈ ലോകത്തിൽ എല്ലാവർക്കും, നാനാജാതി മതസ്ഥർക്ക് ഉണ്ടാകട്ടെ. ക്രിസ്ത്യാനിയൊക്കെ വിശ്വാസം മാതാവിൽ പാവപ്പെട്ട ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ. അതുകൂടെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഒരു മുൻ വൈദികൻ ജോൺസൺ കരൂർ